العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ ജീവിച്ചു മരിക്കാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബ്. അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ട നിമിഷങ്ങളാണ് നമ്മളിൽ നിന്ന് വിട പറയുന്നത്. ആ ഒരു ഗൗരവത്തിൽ ഓരോ നിമിഷത്തെയും ഓരോ സമയത്തെയും തനിക്ക് അനുകൂലമാകുന്ന രീതിയിൽ, പരലോകത്ത് തനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന രീതിയിലേക്ക് മാറ്റി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ റമദാനിലെ ഓരോ നിമിഷങ്ങളും നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്ന സന്ദർഭങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ 20 ചില്ല ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇന്ന് ഈ ഒരു സമയത്ത് ഒരു വിജ്ഞാനം വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ഏവരും ചെയ്യുന്നവരാണ്. ആ കർമ്മങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കബൂലാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളും ചില അനിവാര്യ കാര്യങ്ങളും ആവശ്യമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇൻഷാ അള്ളാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി വിഷയത്തെ അവതരിപ്പിക്കുവാനും അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനും ഉൾക്കൊണ്ടതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ക്ലാസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞൊരു യാത്രയിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചതാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു സുഹൃത്ത് പ്രവാസിയായി ഏകദേശം 10-20 വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലൊരു വീടുണ്ടാക്കണം എന്നൊരു ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ കുടുംബത്തെ സേഫ് ആക്കുക, ഒരു വീടൊക്കെ വെച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു ജോലിയുമായി ഇവിടെ കഴിഞ്ഞുകൂടുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ 2 നില നല്ല ഭംഗിയുള്ള വളരെ നല്ല ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു വീട് അദ്ദേഹം നിർമ്മിച്ചു. അങ്ങനെ ആ വീട് നിർമ്മാണം പൂർത്തിയായപ്പോൾ ഏകദേശം വീടിരിക്കാൻ കുറച്ചു മാസങ്ങൾ, അതല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം, പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയും കാലം ജീവിച്ച ആ മണ്ണ്, അറേബ്യൻ മണ്ണ്, തൻ്റെ കുടുംബക്കാരെ കാണിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് തോന്നുകയാണ്. അങ്ങനെ തൻ്റെ കുടുംബത്തിലുള്ളവരെ എല്ലാം, അഥവാ പുതുതായി താമസിക്കുന്ന വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും ഇദ്ദേഹം ഒരു വിസയെടുത്ത് അവരെ അറേബ്യൻ മണ്ണിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അറബ് നാട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അതിനിടയിൽ അവർ ഒരു ആക്സിഡന്റിൽ ആ കുടുംബം ഒന്നടങ്കം മരണപ്പെട്ടു പോവുകയാണ്. ഇന്നും കോഴിക്കോട് ജില്ലയിൽ ആ 2 നില കെട്ടിടം, വീട് അങ്ങനെ അവശേഷിക്കുന്നു, ആൾതാമസമില്ലാതെ എന്നാണ്. സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ നമ്മളൊക്കെ ഒരുപാട് ഈ ദുനിയാവിൽ നേടണം, അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ പലതും വെട്ടിപ്പിടിക്കണം, പലതും നിർമ്മിച്ചെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഇവിടെ അവശേഷിപ്പിച്ച് നമ്മളൊരു യാത്ര തിരിക്കും, മരണത്തിന്റെ യാത്ര. ആ യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്, മറ്റൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ചെയ്യാൻ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്നല്ലോ, നിങ്ങൾ മരണപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മറ്റു സമ്പത്തും എല്ലാം നിങ്ങൾ ഒഴിവാക്കും. നിങ്ങളുടെ അടുക്കൽ ബാക്കിയാവുക അമലുഹു, അവന്റെ കർമ്മങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങളുമായി മുന്നേറാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നേടിയെടുക്കുവാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ പുതിയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ ദുനിയാവിന്റെ സൈഡായിക്കൊണ്ടാണ് പരലോകത്തിനെ കൊണ്ടു നടക്കുന്നത്. അതിനൊരു ഉദാഹരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ദുനിയാവിന്റെ സൈഡായി പരലോകത്തെ കാണുന്നവരുടെ ഒരു ഉദാഹരണമാണ് റമദാൻ മാസത്തിൽ മാത്രം പരലോകം. അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ഒരു സൈഡാണ്. കാരണം ഭൗതിക ജീവിതത്തിലെ ആളുകളൊക്കെ ഒന്ന് തഖ്വയിൽ അതല്ലെങ്കിൽ ഒന്ന് നന്നാകുമ്പോൾ ഞാനും നന്നാവുക എന്നൊരു മാറ്റം മാത്രമാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. അത് വേണ്ടെന്നല്ല, അത് നിരുത്സാഹപ്പെടുത്തുകയുമല്ല. മറിച്ച് അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. പരലോകമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ അജണ്ട. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. പരലോകമാണ് ഏറ്റവും നല്ലത്, അതാണ് എന്നും നിലനിൽക്കുന്നത് എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഖിറത്തിനു വേണ്ടി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അവിടെയാണ് കർമ്മങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ആഖിറത്തിനു വേണ്ടി ജീവിക്കുന്നവന് കർമ്മങ്ങൾ വിലയേറിയതാണ്. സൽക്കർമ്മങ്ങൾ അവന്റെ ഭാണ്ഡത്തിൽ അവൻ ഏറ്റവും വിലയുള്ള സമ്പത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കുന്നവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ പാടില്ല. നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് അല്ലെ, ശക്തമായ ചൂടാണ്, നല്ല പ്രയാസമാണ്, പലപ്പോഴും നല്ല ക്ഷീണം അനുഭവിക്കുന്നുണ്ട് പല ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ശക്തമായ ചൂടിലും ഈ ശക്തമായ പ്രയാസത്തിലും നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പും അതിനുശേഷം അല്ലെ ക്ഷീണമൊക്കെ ഉണ്ടായിട്ടും നമ്മൾ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ ദീർഘമായി തറാവീഹ് നിസ്കരിക്കുന്നതുമൊക്കെ നമുക്ക് നിഷ്ഫലമായി പോയാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ ഹതഭാഗ്യം എന്താണുള്ളത്? അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞാനൊരു 6 പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് അവതരിപ്പിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ ഒന്നും നമുക്ക് പാഴായി പോകരുത്. ഈ പരിശുദ്ധ റമദാനിൽ എന്നല്ല, നമ്മുടെ ആയുസ്സിലുടനീളം നാം ചെയ്തിട്ടുള്ള ഏത് ഇബാദത്താവട്ടെ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതാവട്ടെ, ഒരു സുജൂദ് ചെയ്തതാവട്ടെ, ഒരു പേജ് ഖുർആൻ ഓതിയതാവട്ടെ, എന്താവട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളിൽ ചെറുതും വലുതുമായ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അടിസ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. ഇതനുസരിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളുമായി നമ്മൾ മുന്നേറണം. സഹോദരങ്ങളെ, ഒന്നാമതായി നമുക്ക് വേണ്ടത് ഇബാദത്തുകളിൽ ഇഖ്ലാസ് തന്നെയാണ്. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് റബ്ബിന് ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തന്നല്ലോ, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്നതാണ്, വമാ ഉമിറു, കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനെ ആരാധിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. നിഷ്കളങ്കമായ ഇബാദത്താണ് അള്ളാഹ്ക്ക് ആവശ്യം. പ്രിയപ്പെട്ടവരെ, കളങ്കങ്ങളില്ലാത്ത, മറ്റൊരുവരുമായി മറ്റൊരാളെ കാണിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരാൾ അറിയണം എന്ന ലക്ഷ്യത്തോടെയോ അങ്ങനെയുള്ള ഇബാദത്തൊന്നും റഹ്മാനായ റബ്ബിന് ആവശ്യമേയില്ല. അല്ലെ, എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യണ്ടേ, എല്ലാവരും ഓതുമ്പോൾ ഞാനും ഓതണ്ടേ, എല്ലാവരും സത്തം തീർക്കുമ്പോൾ ഞാനും സത്തം തീർക്കണ്ടേ, എല്ലാവരും നോമ്പനുഷ്ഠിക്കുമ്പോൾ ഞാനും നോമ്പനുഷ്ഠിക്കണ്ടേ, എല്ലാവരും തറാവീന് പള്ളി പോകുമ്പോൾ ഞാനും തറാവീന് പള്ളി പോണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന മോശമല്ലേ, എന്നെ കുറിച്ച് ആളുകൾ എന്താണ് പറയുക? ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി തോണി തുഴഞ്ഞ് നമ്മൾ കരയിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടൊരു ഫലവും നമുക്കുണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്നായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം നാസിർ ഉസ്സാഇദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാസിദീന ബിജമീഇ ഇബാദാതിഹിം അല്ലാഹിറ വൽ ബാത്തിന വജ്ഹല്ലാഹ്. എല്ലാ ഇബാദത്തുകൾ കൊണ്ടും, അഥവാ ലാഹിറായ ഇബാദത്താവട്ടെ, പ്രകടമായ ആരാധനകളാവട്ടെ, അതുപോലെ തന്നെ പ്രകടമല്ലാത്ത ആരാധനകളാവട്ടെ, ഇതെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാകുമ്പോൾ മാത്രമാണ്
റഹ്മാനായ റബ്ബ് നമുക്കതിന് പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞില്ലേ, സ്വർഗക്കാര് അവർ ഐനൻ യശ്റബു ബിഹ എന്നൊക്കെ തുടങ്ങി ഇങ്ങനെ ഖുർആനിൽ പറയുന്നുണ്ട്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അവർ പറയുന്നത്? സ്വർഗീയവാസികൾ പറയുന്ന വാക്കെന്താ? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുത്ഇമുകും, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൊതിച്ചുകൊണ്ട് മാത്രമാണ്. നമുക്ക് നിങ്ങൾ ഇഹലോകത്തുനിന്ന് ഒന്നും വേണ്ടെന്നാണ്. അതാണ് പറഞ്ഞത്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത് ആരാ? റഹ്മാനായ റബ്ബാണ്. അല്ലെ? നോക്കൂ നിങ്ങൾ, അപ്പൊ സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വയുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ, അല്ലെ? നമ്മള് പഠിച്ചതാണ്. അപ്പൊ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന സൽക്കർമ്മം ഞങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൊതിച്ചുകൊണ്ടാണ്. അപ്പൊ സ്വർഗീയവാസികളുടെ ഗുണം എന്തെന്ന് വെച്ചാൽ അവർ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൊതിച്ചുകൊണ്ട് മാത്രമാണ് ഇബാദത്ത് ചെയ്യുക. നോക്കൂ നിങ്ങൾ, ആ പ്രതിഫലം കൊതിക്കാനുള്ള മനസ്സ് എപ്പോഴുണ്ടാവുക? അത് പരലോകം നമുക്ക് ബോധ്യപ്പെടണം, ഖബർ നമുക്ക് ബോധ്യപ്പെടണം, മഹ്ശർ നമുക്ക് ബോധ്യപ്പെടണം, സ്വർഗം നമുക്ക് ബോധ്യപ്പെടണം, നരകം നമുക്ക് ബോധ്യപ്പെടണം, പരലോകത്തുള്ള ഭീകരമായ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടണം. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് അമല് ചെയ്യാൻ കഴിയും. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ കാട്ടിക്കൂട്ടുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെ, അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇവിടെ വിശ്വാസികൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, നുത്ഇമുകും ലിവജ്ഹില്ലാ നസൂമുകും ലിവജ്ഹില്ലാ. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണ്. നുസല്ലി ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. ഞങ്ങൾ നതസദ്ദഖ്, സ്വതക്ക കൊടുക്കുന്നത് ലിവജ്ഹില്ലാ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ്. വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആ വജ്ഹിന് നമുക്ക് താല്പര്യം വരണമെങ്കിൽ ഞാൻ പറഞ്ഞു, പരലോകം ബോധ്യപ്പെടണം. എന്തുകൊണ്ടാണ് ആ പറഞ്ഞത്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. എന്തുകൊണ്ടാണ് ഞങ്ങൾ പരലോകത്തിന് വേണ്ടി ചെയ്തത്? ഞങ്ങൾ പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമുള്ളവരാണ്. ഏതാണ് ആ ദിവസം? യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചുളിച്ചു പോകുന്ന ഭീതിജനകമായ ദിവസത്തെ ഞങ്ങൾ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തത്. സഹോദരിമാരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ റബ്ബിന് വേണ്ടി മാത്രം ആക്കണോ? പരലോകം ബോധ്യപ്പെടണം, മഹ്ശർ ബോധ്യപ്പെടണം, നരകം ബോധ്യപ്പെടണം, സ്വർഗം ബോധ്യപ്പെടണം. എങ്കിൽ നമ്മുടെ ഇബാദത്തുകളിൽ വേറൊരാൾക്കും നമ്മൾ ഓഹരി കൊടുക്കില്ല. അതുകൊണ്ട് ഇതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു ഫായിദയും ഒരു പ്രയോജനവും ഇല്ല. എത്ര നമ്മൾ നോമ്പനുഷ്ഠിച്ചാലും, എത്ര നമ്മൾ കാലിൽ നീരുകെട്ടി നമസ്കരിച്ചാലും, എത്ര ഖത്മുകൾ നമ്മൾ ഖുർആൻ ഖത്തം തീർച്ചാലും ശരി, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നേടണോ? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഇഖ്ലാസ് എന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് അള്ളാഹു പറഞ്ഞതാട്ടോ. വിശുദ്ധ ഖുർആനിൽ ഇഖ്ലാസ് എന്താണെന്ന് മനസ്സിലാവാൻ ഒരു ആയത്തുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ ആയത്താണ്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا. നോക്കൂ നിങ്ങൾ, ലബനൻ ഖാലിസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ലബനൻ ഖാലിസ, ഖാലിസായ പാല്. ഇതാണ് ശരിക്കും ഇഖ്ലാസിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെടാൻ ഏറ്റവും നല്ല പ്രയോഗം അതാണ്. നമ്മൾ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആ പദത്തിന് എത്രമാത്രം അർത്ഥ ഗാംഭീര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സൂറത്തുൻ നഹ്ലിന്റെ 66-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചാൽ മതി. എന്താ അതിൽ പറയുന്നത്? അള്ളാഹു പറയാണ്, ആടുമാട് ഒട്ടകത്തിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ഈ കന്നുകാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. കാരണം കന്നുകാലികളിൽ നിന്ന് നിങ്ങൾക്ക് പാല് തരുന്നത് അതിന്റെ ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെയാണ് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു പശുവിൽ നിന്ന് നമുക്ക് പാല് കിട്ടുന്നത് ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിലൂടെ, പ്രത്യേക സംവിധാനത്തിലൂടെയാണ്.
എന്നിട്ട് അള്ളാഹു ആ പാലിന് പറഞ്ഞ ഖാലിസായ പാല് എന്ന് വെച്ചാൽ കളങ്കങ്ങളില്ലാത്ത പാല്. സഹോദരങ്ങളെ, ആ വെള്ളപ്പാലിൽ നമ്മൾ ഒരു തുള്ളി ചാണകത്തിന്റെ അംശം കാണുന്നില്ല, ഒരു തുള്ളി രക്തത്തിന്റെ അംശം കാണുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. നമ്മൾ നിസ്കരിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അതിൽ മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ടില്ല, മറ്റൊരാൾ അറിയാൻ വേണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് തറാവീന് പോയിട്ടില്ലെങ്കിൽ എന്റെ നാട്ടുകാർച്ചയായ അവൾ എന്താ വിചാരിക്കുക, അല്ലെ? അവള് തറാവിയൊക്കെ കഴിഞ്ഞ് അവസാനം 30 നോമ്പും കഴിഞ്ഞ് അവള് പറയും എനിക്ക് 30 തറാവിയും കിട്ടി, അപ്പൊ ഞാൻ 30 തറാവിയിൽ 2 പോയി എന്ന് പറഞ്ഞാൽ മോശല്ലേ എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തറാവി നിസ്കാരത്തിന് വേണ്ടി പോയത് കൊണ്ട് നമുക്കൊരു മെച്ചമില്ല. കാരണം ഇഖ്ലാസ് ഉള്ള കർമ്മമാണ് റബ്ബിന് ആവശ്യമുള്ളത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ അവരൊക്കെ അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ പരമാവധി പരിശ്രമിച്ചവരാണ്. സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവരിങ്ങനെ ഖുത്ബ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ദർസ് കേൾക്കുമ്പോൾ, നരകത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ സങ്കടം വരും. അപ്പൊ സങ്കടം വന്ന് കണ്ണുനീരിങ്ങനെ ഒഴിക്കും. അപ്പൊ തൊട്ടടുത്തൊരു സുഹൃത്ത് താൻ കരയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ സ്വഹാബത്ത് ഇങ്ങനെ തുമ്മിയിട്ട് പറയുന്നതാണ്, എന്തൊരു ജലദോഷമാണ്, 2-3 ദിവസമായി ഈ ജലദോഷം മാറുന്നില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അള്ളാനെ പേടിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മറ്റൊരാൾ അറിയാതിരിക്കാൻ അവർ ആ രൂപത്തിൽ പോലും അവിടെ പ്രയോഗങ്ങൾ നടത്താറുണ്ട് എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞതാണ് ഞാൻ ഈ കണ്ണുനീര് വന്നത് എന്ന് വേറൊരാൾ അറിയരുത്. അത്രത്തോളം ശ്രദ്ധ. ഇമാം അഹ്മദിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കയറി വന്നാൽ അദ്ദേഹം ആ ഖുർആനിനെ ഒരു തുണി കൊണ്ട് മൂടി വെക്കുന്നതാണ്. ഖുർആനെ തുണി കൊണ്ട് മൂടി വെക്കും, അല്ലെ? എന്നിട്ട് അദ്ദേഹം പോയാലാണ്, ആ സുഹൃത്ത് പോയാലാണ് അദ്ദേഹം വീണ്ടും ഖുർആൻ തുറന്നു വെച്ച് ഓതുക എന്നാണ്. സഹോദരങ്ങളെ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ അവർ പരമാവധി ശ്രമിച്ചവരാണ്. എന്നിട്ടും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹൻ വജഅൽഹു ലിവജ്ഹിക ഖാലിസ. പടച്ചോനെ, എന്റെ അമലുകളെല്ലാം സ്വാലിഹായ അമലുകളാക്കി തീർക്കണേ. വജഅൽഹു, ആ അമലുകളെ നീ ആക്കി തീർക്കണം, ലി വജ്ഹിക ഖാലിസ, നിന്റെ വജ്ഹിന് വേണ്ടി മാത്രമുള്ള അമലുകളാക്കി നീ അതിനെ മാറ്റിത്തരണേ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. സഹോദരിമാരെ, ഇത്രയേറെ ഇഖ്ലാസിന്റെ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടും അവർ പ്രാർത്ഥനയുള്ളവരായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഖ്ലാസ് ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ കബൂലാകണോ, ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസോട് കൂടിയുള്ള കർമ്മമായിരിക്കണമെന്നാണ്. ഒരാളെയും കാണിക്കാനല്ല, എന്റെ റബ്ബ് അറിയാൻ. മാകാന ഖാലിസൻ ലില്ലാഹ്, റഹ്മാനായ റബ്ബിന് വേണ്ടി മാത്രം, വേറൊരാളും അറിയണ്ട, വേറൊരാളും അറിയേണ്ട ആവശ്യമില്ല. ഞാനൊരു 100 രൂപ ഒരു സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ? പലപ്പോഴും ഈ റമദാൻ മാസത്തിൽ നമ്മൾ സ്ഥാപനത്തിന്റെ കളക്ഷന് വേണ്ടി സമീപിക്കും, അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നോമ്പുറക്കൊക്കെ വേണ്ടിയിട്ട് കാശ് ചോദിക്കും. അപ്പൊ ആളുകൾ പറയുന്ന ഒരു വാക്ക് എന്താന്ന് വെച്ചാൽ, ചില ആളുകൾ പറയും കഴിഞ്ഞൊല്ലം ഞാൻ 2000 കൊടുത്തതാണ്, കൊല്ലന്റെ ഇല്ല, അല്ലെ? 500 കുടിച്ചോന്നാണ്. എന്തിനാ നമ്മൾ കഴിഞ്ഞൊല്ലത്തെ കണക്ക് പറയുന്നത്? അതാണ് അറിയാത്തത്. കഴിഞ്ഞൊല്ലത്തെ കണക്ക് എന്തിനാണ് പറയുന്നത്, അല്ലെ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇക്കൊല്ലം കൊടുക്കാനില്ലെങ്കിൽ ഇക്കൊല്ലന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ പോരെ. കഴിഞ്ഞൊല്ലം ഞാൻ 2000 കൊടുത്തതാണ്, കഴിഞ്ഞൊല്ലം ഞാൻ 5000 കൊടുത്തതാണ്, കഴിഞ്ഞൊല്ലം ഞാൻ ഒരു 4 നോമ്പുള്ള പൈസ ഞാൻ തന്നെ തന്നതാണ്. ഇങ്ങനെ 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 കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് എന്തിനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പ്രിയപ്പെട്ടവരെ അത് റബ്ബ് അറിയാൻ വേണ്ടിയിട്ടാണ്, മറ്റൊരാളെയും അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഒന്നാമത് നമുക്കുണ്ടാവേണ്ട ശ്രദ്ധ, ഇഖ്ലാസ് നഷ്ടപ്പെടരുത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എത്ര വലിയ ഇബാദത്തായിട്ടും കാര്യമില്ല, നരകത്തിലേക്ക് നമ്മൾ പോകും, അല്ലെ? പരലോകത്ത് ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് 3 ആളുകളെയാണ്. ഒന്ന് ഖുർആൻ പഠിച്ചവനാണ്, മറ്റൊന്ന് ഷഹീദാണ്, മറ്റൊന്ന് ദാനധർമ്മിഷ്ഠനാണ്. 3 പേർക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് മാത്രം എന്ന ധാരണ, നെയ്യത്ത് അവർക്ക് ഉണ്ടായില്ല. ആ നെയ്യത്ത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, റുബ്ബ അമലിൻ സ്വഗീരിൻ തുകബ്ബിറുഹു നിയ്യ സ്വാലിഹ, എത്രയെത്ര ചെറിയ കർമ്മങ്ങളാണ് നല്ല നിയ്യത്ത് കൊണ്ട് വലുതായി തീർന്നിട്ടുള്ളത്. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു നിയ്യത്തുൽ ഫാസിദ, എത്രയെത്ര വലിയ കർമ്മങ്ങളാണ് അവരുടെ നിയ്യത്തിന്റെ പ്രശ്നം കൊണ്ട് ചെറുതായി പോയത് എന്ന. ഒന്നുകൂടെ ശ്രദ്ധിക്കണം ആ വാക്ക്. എന്താ പണ്ഡിതന്മാര് പറഞ്ഞത്? റുബ്ബ അമലിൻ സ്വഗീരിൻ, എത്ര ചെറിയ കർമ്മങ്ങളാണ് തുസ്കബ്ബിറുഹു നിയ്യ, നല്ല നിയ്യത്ത് കൊണ്ട് വലുതായത് എന്നാണ്. നമ്മൾ കൊടുത്തത് 1 രൂപയാണോ,
പരലോകത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അത് വലുതായി കാണും. എന്നാൽ എത്രയെത്ര വലിയ കർമ്മങ്ങളാണ്, കോടിക്കണക്കിന് രൂപ പള്ളിയിലെ AC ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓഫർ ചെയ്തു, അല്ലെ? പള്ളിയിലെ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ഒരു ഫിൽറ്റർ ഓഫർ ചെയ്തു. കാർപ്പറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ കാർപ്പറ്റ് ഞാൻ തന്നെ കൊടുത്തോണ്ട് പറഞ്ഞ് ഓഫർ ചെയ്തു. വലിയ സമ്പത്ത്, വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നതാണ്, അത് ഏറ്റെടുത്ത് ഓഫർ ചെയ്തു. പക്ഷേ നെയ്യത്ത് എന്തായിരുന്നു? ആളുകളെ കാണിക്കണം, അയാൾ അത് ഏറ്റെടുത്തതാണ്, മൂപ്പര് മാഷാ അല്ലാഹ് എന്ന് പറയണം എന്ന നിയ്യത്തായിരുന്നുവെങ്കിൽ സഹോദരിമാരെ, നമ്മുടെ നിയ്യത്തിന്റെ ഫസാദ് കാരണത്താൽ ആ വലിയ കർമ്മം അള്ളാഹിന്റെ അടുക്കൽ ഒന്നുമല്ലാതായി പോകുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇഖ്ലാസിനെ നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത് സഹോദരിമാരെ, ഇത്തിബാ ആണ്. നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാവുക നമ്മുടെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ റമളാനിലെ ഓരോ പ്രവർത്തികളും. നബി പഠിപ്പിക്കാത്ത കുറേ ദിക്റുകൾ സാധുക്കളായ പലപ്പോഴും സ്ത്രീകളാണ് ഇതിലൊക്കെ പെട്ടുപോകാറുള്ളത്. എവിടുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ കുറച്ച് ദിക്ർ സ്പോൺസർ ചെയ്താൽ അതൊക്കെ എടുത്ത് വിഴുങ്ങാനുള്ള ഒരു ദ്വര അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഏതാണ് ശരിയായത് നമ്മൾ പഠിക്കണം. ചില പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അവർ വീണ്ടും ഇത് നമ്മൾ കുറെ കാലമായി ചെയ്യുന്ന ദിക്റാണ്, ഒരു കുഴപ്പമില്ല, പടച്ചോൻ ഇത് സ്വീകരിച്ചോളുന്ന. നിങ്ങളത് ആലോചിച്ച് നോക്കി. അങ്ങനെ പടച്ചോൻ സ്വീകരിച്ചോളൂ എന്ന് പറയാൻ എന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത്? റഹ്മാനായ റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത ഒരു ദിക്റും ദുആഉം ഒരു ഇബാദത്തും പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ റമദാനിൽ നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല് കാണിക്കാത്ത ഒരു ഇബാദത്ത് നമ്മൾ ചെയ്തിട്ട് ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പന ഇല്ലാത്ത എന്ത് കർമ്മം ആര് ചെയ്തിട്ടും കാര്യമില്ല, അത് തള്ളപ്പെടുന്ന, അത് ആവശ്യമില്ലാത്ത കർമ്മമാണ്. റഹ്മാനായ റബ്ബ് അത് ഒഴിവാക്കി തള്ളിക്കളയുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ഇത്തിബാ. നബി പഠിപ്പിച്ചു തന്ന രൂപത്തിലാണോ നമ്മുടെ നോമ്പൊക്കെ നോക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ചില ആളുകളെ കാണാറില്ലേ, നോമ്പൊക്കെ നോക്കും, രാവിലെ അങ്ങോട്ട് അത്താഴം കഴിഞ്ഞാൽ കടന്നുറങ്ങും, ഉച്ചക്ക് എഴുന്നേക്കും, പിന്നെ ളുഹർ നിസ്കരിക്കും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഓതും, എന്നിട്ട് വീണ്ടും കടന്നുറങ്ങും, പിന്നെ അസറിന് എഴുന്നേക്കും, അസർ നിസ്കരിക്കും, പത്തിരി പരത്താൻ തുടങ്ങും, കോഴി വെട്ടാൻ തുടങ്ങും, മഗ്‌രിബിന്റെ ബാങ്കാവും, നോമ്പ് തുറക്കും, അല്ലെ? ഇങ്ങനെ ഒരു നോമ്പ്, ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്ത് പോണ നോമ്പുകാരുണ്ട്. വളരെ സിമ്പിൾ ആണല്ലോ. അത്താഴത്തിന് നീക്കുക, ഭക്ഷണം കഴിക്കുക, സുബഹി നിസ്കരിക്കുക, കടന്നുറങ്ങുക, ഏകദേശം 10-11:30 മണിയാകുമ്പോൾ എഴുന്നേക്കുക, ളുഹറിനുള്ള കുളിയും കാര്യങ്ങളൊക്കെ ആക്കി ളുഹർ നിസ്കരിക്കുക, വീണ്ടും കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഓതുക, വീണ്ടും കടന്നുറങ്ങുക, പിന്നെ അസർ നീക്കുക, ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക. ഈ നോമ്പിന് എന്ത് ഫലമാണ് പ്രിയപ്പെട്ടവരുള്ളത്, അല്ലെ? പലപ്പോഴും സ്ത്രീകളായ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ കുക്കറീശ്വരന്റെ മാസമല്ല. നമ്മൾ ഈ റമദാൻ മാസം എന്ന് പറഞ്ഞാല് കുറെ കുക്കിംഗ് പഠിക്കാൻ, കണ്ണൂര് ചിക്കനും അതേപോലെ തന്നെ കാസർഗോഡ് ബിരിയാണിയും വെക്കേണ്ട തിരക്കല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ അള്ളാന്റെ ഖുർആൻ പഠിക്കേണ്ട മാസമാണ്. അള്ളാന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. എത്ര ആയത്ത് ഹിഫ്ലാക്കി, എത്ര ഹദീസ് ഞാൻ വായിച്ചു, എത്ര ക്ലാസ്സുകൾ ഞാൻ കേട്ടു. ഇങ്ങനെ ഒരു ഷെഡ്യൂളാണ് നമുക്ക് വേണ്ടത്. ഉള്ള കാര്യങ്ങൾ, നല്ല ഭക്ഷണം കൊടുക്കണം, ഭർത്താക്കന്മാർക്കും കുടുംബക്കാർക്കും ഒക്കെ നല്ല ഭക്ഷണം വേണം. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. റമദാനാണ്, നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് തന്നെയാണ്, അതിനൊന്നും എതിരല്ല. പക്ഷേ അതിനു വേണ്ടി സെപ്പറേറ്റ് ആയി കുറെ കാര്യങ്ങൾ പഠിക്കുക, ഉള്ളത് നല്ല ഭക്ഷണമാക്കി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം. അതാണ് റസൂലിന്റെ ചര്യ. അങ്ങനെയായിരുന്നു റസൂലും സ്വഹാബാക്കളും ഒക്കെ ജീവിച്ചത്. ഞാൻ എന്റെ വായനയിൽ, ചരിത്രത്തിൽ ഞാൻ വായിച്ച ഒരു ഓർമ്മയിൽ, ഈ സ്വഹാബികളുടെ ചരിത്രത്തിലെങ്ങാനും ഒറ്റയാണെന്നാണ് എന്റെ ഓർമ്മ. അവർ നോമ്പ് മുറിക്കാൻ അവർക്ക് ഭക്ഷണമില്ലാതെ രക്തം കുടിച്ചിരുന്ന അത്രത്തോളം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി എന്നാണ് സ്വഹാബികളുടെ എല്ലാവരും ചരിത്രത്തിൽ നിന്ന് വായിച്ചൊരു ഓർമ്മയാണ്. എന്ന് വെച്ചാൽ അത്രയും ദാരിദ്ര്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഇന്ന് കിട്ടി ഫ്രൂട്ട്സ്, ആപ്പിൾ അവിടെ വെട്ടിട്ടു, തണ്ണിമച്ചപ്പുറത്തുണ്ട്, പൈനാപ്പിൾ ഇപ്പുറത്തുണ്ട്, കുക്കമ്പർ ജ്യൂസ് ഉണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് തികയില്ല. എന്നാലും നമുക്ക് പരാതികളും ആവലാതികളുമാണ്. സഹോദരിമാരെ, അങ്ങനെ ആവരുത്. നമ്മുടെ ജീവിതത്തിൽ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ, മിതമായ രൂപത്തിൽ ഭക്ഷണം കഴിച്ച്, മിതമായ രൂപത്തിൽ ഉറങ്ങി, മിതമായ രൂപത്തിൽ റെസ്റ്റ് എടുത്ത്, കൂടുതൽ അധ്വാനിച്ച്, കൂടുതൽ ഇബാദത്ത് ചെയ്ത്, അങ്ങനെ ഇത്തിബാവോട് കൂടിയുള്ള നോമ്പാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സഹോദരിമാരെ, മൂന്നാമത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഭയം ഉണ്ടാവുക, പേടി ഉണ്ടാവുക. എന്തിനെ കുറിച്ചുള്ള പേടി? ഇതൊക്കെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി. ഇത് നമുക്ക് നല്ല ഉണ്ടാവണം. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി, വല്ലദീന യുഅ്തൂന മാ ആതൗ
വഖുലൂബുഹും വജില എന്നായ ചോദിയിട്ട്, അഥവാ അള്ളാഹ് പറഞ്ഞതൊക്കെ ചെയ്യും, എന്നാലും അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി റസൂലിനോട് ചോദിച്ചു, റസൂലെ അഹുമുല്ലദീന യശ്റബൂന അൽ ഖംറ വയസ്രിഖൂൻ, റസൂലെ ഈ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും എന്നിട്ട് പേടിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഈ ടീം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മദ്യപാനികളായിരുന്നു റസൂലെ, അവർ മോഷ്ടാക്കളാണ് റസൂലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യാ ആയിഷ, ആയിഷ ഒരിക്കലും അങ്ങനെയല്ല, ആയിഷ അങ്ങനെയല്ല, മറിച്ച് വലാകിന്നഹും യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന വയഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും. വലാകിന്നഹും യസൂമൂന, അവർ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്, വയുസല്ലൂന, അവർ നിസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂന, സ്വതഖ കൊടുക്കുന്നവരാണ്, വയഖാഫൂന അല്ലാ തുഖ്ബല മിൻഹും, അവരിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കില്ലേ എന്ന പേടിയും അവർക്കുണ്ട് എന്നാണ്. സഹോദരിമാരെ, നമുക്കുണ്ടാവേണ്ട പേടി അതാണ്. അള്ളാഹ് അത് സ്വീകരിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. മഹാനായി ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കഅബ എന്ന ഏറ്റവും മഹനീയമായ ഭവനത്തെ നിർമ്മിച്ചെടുത്തതിന് ശേഷം മാറി നിന്ന് പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി, അല്ലെ. ഈ ദുനിയാവില് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുത്താല് ആ അപേക്ഷ സ്വീകരിച്ചോ എന്ന് അറിയാൻ നമ്മൾ ആ ഓഫീസിലത്തെ 2-3 ആളുകളെ ബന്ധപ്പെടും, അല്ലെ. എന്തായിരിക്കും, എന്റെ അപേക്ഷ സ്വീകരിച്ചോ, എന്റെ അപേക്ഷ അവിടെ തള്ളപ്പെടുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ, അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം, റെക്കമെൻഡേഷൻ, ഇടപെടലുകൾ, എന്തൊക്കെ തിരക്കും ബാഹുല്യങ്ങളാണ് നമുക്കിടയിലുള്ളത് സഹോദരങ്ങളെ. പക്ഷെ പലപ്പോഴും നമ്മൾ പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കും, സ്വീകരിച്ചു, തള്ളി പറഞ്ഞ പോലെയാണ്. അങ്ങനെ ആവരുത്. നമ്മൾ പേടിക്കണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ ചെയ്ത ഈ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ, സ്വീകരിക്കണേ എന്ന പ്രതീക്ഷ, പ്രാർത്ഥന, അത് നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമുക്ക് ഉണ്ടാവേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് ഇസ്തിഗ്ഫാർ. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, നമ്മൾ എത്ര സൂക്ഷിച്ചാലും കുറവുകൾ നമ്മുടെ നോമ്പിൽ എല്ലാത്തിലും ഉണ്ട്, ഒരു സംശയമില്ലല്ലോ. നമ്മൾ എത്ര സൂക്ഷിച്ച് ഓതിയാലും, നമ്മൾ എത്ര സൂക്ഷിച്ച് നിസ്കരിച്ചാലും ശരി, കുറവുകൾ നമ്മുടെ നിസ്കാരത്തിലുണ്ട്, നമ്മുടെ ഖുർആൻ പാരായണത്തിലുണ്ട്, നമ്മുടെ നോമ്പിലുണ്ട്, നമ്മുടെ ഇബാദത്തിലുണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങളിൽ എല്ലാത്തിലുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, അല്ലെ. നമസ്കാരം കഴിഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ ഉറക്കെ ചൊല്ലിയതായി നമുക്ക് ഹദീസിൽ കാണാം. എന്തിനാണ് അങ്ങനെ ചൊല്ലുന്നത്? അള്ളാഹുവേ, എന്റെ അടുക്ക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഈ ചെയ്ത ഇബാദത്ത്, അല്ലെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് നോമ്പ് നോക്കുന്നത്, അല്ലെ. പലപ്പോഴും ഭയങ്കരമായ ചൂട്, അല്ലെ. ഈ പാലക്കാട് ജില്ലയൊക്കെ സംബന്ധിച്ചിടത്തോളം തിളച്ചു വരികയാണ്, അത്ര ചൂടാണ്, നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. കേരളത്തിൽ ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽപ്പെട്ട ആളുകളാണ് നമ്മൾ പലപ്പോഴും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര തീക്ഷ്ണമായ ചൂടിൽ ഇത്ര പരീക്ഷണങ്ങൾ അനുഭവിച്ച് നാം നോമ്പ് നോറ്റ ഈ നോമ്പ് പടച്ചോന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമല്ലെങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പടച്ചോനോട് പറയാ, പടച്ചോനെ, എന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ മനുഷ്യനാണ്, നിനക്കറിയാമല്ലോ റബ്ബെ, എന്നെക്കാൾ കൂടുതൽ എന്റെ കുറവുകളും എന്റെ പരിമിതികളും റബ്ബെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് നീ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി സഹോദരിമാരെ നമ്മൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ കബൂലാവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം ഇസ്തിഗ്ഫാർ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായി സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ. സൽക്കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കുക മുത്തഖീകളിൽ നിന്ന് മാത്രമാണ്, തഖ്വയുള്ളവരിൽ നിന്നാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ നോമ്പിനെ അള്ളാഹു ശർഅക്കിയത്? കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്, തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് നോറ്റത് ശരീരം നന്നാവാനല്ല, തടി കുറക്കാനല്ല, ബിപിന് അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗത്തിന്റെ അളവുകൾ കുറക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ വിശപ്പറിയാൻ വേണ്ടിയിട്ടല്ല. അതൊക്കെ അതിന്റെ വേറെ വേറെ മക്സദുകളാണ്. നോമ്പ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തഖ്വയാണ്. ആ തഖ്വ നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കും. എന്താണ് തഖ്വ? അള്ളാഹു ഇഷ്ടപ്പെടുന്നിടത്തൊക്കെ ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പള്ളിയിൽ ഞാൻ ഉണ്ട്,
അള്ള ഇഷ്ടപ്പെടുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ ഞാനുണ്ട്. അള്ള ഇഷ്ടപ്പെടുന്ന സ്വതക്കയുടെ സംവിധാനങ്ങളിൽ ഞാനുണ്ട്. സക്കാത്ത് സംരംഭങ്ങളിൽ ഞാനുണ്ട്. പാവപ്പെട്ടവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന സംവിധാനത്തിന്റെ കൂടെ ഞാനുണ്ട്. ഇങ്ങനെ പ്രബോധന രംഗത്ത് ഞാനുണ്ട്. അള്ള ഇഷ്ടപ്പെടുന്ന ഏരിയകളിലൊക്കെ എന്റെ സാന്നിധ്യം ഞാൻ ഉറപ്പുവരുത്തുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളിൽ നിന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നതാണ് തഖ്വയുടെ ബേസ്, തഖ്വയുടെ അടിസ്ഥാനം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. സംഗീതം, കാതടപ്പിക്കുന്ന DJ സോങ്സും മ്യൂസിക്കും തന്റെ ചെവിട്ടിൽ അടുപ്പിച്ചു പിടിച്ച് റമദാനിന്റെ നോമ്പും അവസാനം ബാങ്ക് കൊടുക്കാൻ നേരത്ത് ബാങ്ക് കൊടുക്കാനായില്ലേ, നോമ്പ് തുറക്കാലേ എന്ന് പറയുന്ന നോമ്പുകാരന് ഒരു ഗുണവുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകൾ പഠിക്കുന്ന അങ്ങനെയുള്ള ഒരു നോമ്പുകാരനായി മാറിയാൽ അതാണ് തഖ്വ. ആ തഖ്വയുള്ളവനാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ഈ അമലുകൾ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. അതല്ലാത്ത കർമ്മങ്ങളുമായി പരലോകത്ത് പോയാൽ യഹ്സബൂനഹും അന്നഹും യുഹ്സിനൂന സുൻഅ, അവരൊക്കെ വിചാരിച്ചു നമ്മൾ ചെയ്യുന്നത് നല്ല കർമ്മങ്ങളാണ് എന്ന്. പക്ഷേ പരലോകത്ത് പോയി നോക്കുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ വെറും പാളിപ്പോയ കർമ്മങ്ങളായി ധൂളികളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പൊടിച്ചു കളയുമെന്നാണ്. ആമിലത്തുൻ നാസിബ, ക്ഷീണിതരായ മുഖവുമായി കൊണ്ട് പണിയെടുത്ത ഒരു കൂട്ടം ആളുകൾ പരലോകത്ത് ഒന്ന് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ തസ്ല നാറൻ ഹാമിയ, അവർ നരകത്തിന്റെ തീച്ചൂടിലേക്കാണ് അവരെ വലിച്ചെറിയപ്പെടുക എന്നാണ്. അതുകൊണ്ട് അമല് കൊണ്ട് കാര്യമില്ല. അമല് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിലുള്ള അമലുകളാവുമ്പോഴാണ് ആ അമലുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവുക. കുറെ കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് സ്വർഗം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ കർമ്മങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായി ഈ നിയമങ്ങൾക്കും ഈ നിബന്ധനകൾക്കും മേൽ നിർമ്മിക്കപ്പെടുമ്പോൾ മാത്രമാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അതിന് സ്വീകാര്യ ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരിമാരെ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോവരുത്. ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിന് വേണ്ടി എന്ന ലക്ഷ്യത്തിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഉണ്ടാവരുത്. മഹാന്മാരെ, പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നിയ്യത്തിനെ ചികിത്സിച്ചതിനേക്കാൾ മറ്റൊന്നിനെയും ഞാൻ ചികിത്സിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഒന്നിനെയും ചികിത്സിച്ചിട്ടില്ല നിയ്യത്തിനെ ചികിത്സിക്കുന്നതോളം എന്നാണ്. ഒരു പർവ്വതത്തെ പിടിച്ച് പറിച്ചു മാറ്റി വെക്കുന്നതാണ് എന്റെ നിയ്യത്ത് നന്നാക്കാൻ എന്നെ ഏൽപ്പിച്ച ചുമതലയേക്കാൾ എനിക്ക് എളുപ്പമെന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഒരു പർവ്വതത്തെ പിടിച്ചു പറിച്ചു മാറ്റി വെക്കലാണ് നിയ്യത്ത് നന്നാക്കുന്നതിനേക്കാൾ എളുപ്പമെന്നാണ്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് അത്ര സിമ്പിളായ കാര്യമല്ല. നല്ല പണിയെടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചല്ലോ. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹൻ വജഅൽഹു ലിവജ്ഹിക ഖാലിസൻ വലാ തജ്അൽ ലിശൈഇ ഫീഹി ലിഅഹദ. ഒന്നും തന്നെ റബ്ബേ മറ്റൊരാൾക്കും തന്നെ എന്റെ കർമ്മത്തിൽ ഒരു ഓഹരി കൊടുക്കരുത് എന്ന പ്രാർത്ഥന അത് നമ്മളിൽ ഉണ്ടാവണം. അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ച യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥന, യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖൽബി ഇലാ തുഅതിക എന്ന പ്രാർത്ഥന, പ്രാർത്ഥനകൾ കൊണ്ട് നിബിഡമായി ഒരു ജീവിതമാക്കണം നമ്മുടെ ഈ പരിശുദ്ധ റമദാനിനെ. അതോടൊപ്പം തന്നെ ഇത്തിബാഓടുകൂടി നബി പഠിപ്പിച്ച രൂപത്തിലുള്ള നോമ്പാക്കി തീർക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ കർമ്മങ്ങൾ കേവലം എറിഞ്ഞു വിട്ടാൽ പോരാ, മറിച്ച് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ടോ, പടച്ചോൻ അത് കബൂൽ ചെയ്യുന്നുണ്ടോ എന്നൊരു പേടി. പടച്ചോനെ, റബ്ബന തഖബ്ബൽ മിന്ന, കുറവുകളൊക്കെ ഉണ്ട് റബ്ബെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റബ്ബെ, എങ്കിലും നീ സ്വീകരിക്കണേ റബ്ബെ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്ന് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളിൽ ഉണ്ടാവേണ്ട മറ്റൊന്നാണ് തഖ്വ, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ. ഈ 5 കാര്യങ്ങൾ നമ്മൾ പരമാവധി സൂക്ഷിക്കുക. റമദാനിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ പരലോകത്ത് നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സുബ്ഹാനല്ലാഹയുടെ കൂലിയും ഇരട്ടിയായി കൊണ്ട് റഹ്മാനായ റബ്ബ് പരലോകത്ത് കാണിച്ചു തരുന്ന, അങ്ങനെ സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് റമദാനിൽ വന്നു പോകുന്ന വീഴ്ചകൾക്ക് അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നമസ്കാരങ്ങളിൽ സജീവമായി, സ്വതക്കകളിൽ സജീവമായി, നന്മകളുടെ രംഗത്ത് സജീവമായി ഈ ഒരു റമദാനിനെ ആഫിയത്തോടെ പൂർത്തീകരിക്കാനും പ്രതിഫലങ്ങൾ കോരിയെടുക്കാനും, റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന രാത്രികളാണ്. അതിലേതെങ്കിലും ഒരു രാത്രിയിൽ റഹ്മാനായ റബ്ബ് നമ്മളെയും
അള്ളാഹുവിന്റെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആഫിയത്തോടെ ഈ റമദാനിന്റെ എല്ലാ രാവുകളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫലസ്തീനിന്റെയും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരീക്ഷണം അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം നൽകി അള്ളാഹുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.